കോഴിക്കോട് പന്തീരാങ്കാവിൽ പട്ടാപ്പകൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമമുണ്ടായി. മോഷണത്തിന് ശ്രമിച്ച സ്ത്രീയെ നാട്ടുകാർ പിടികൂടി. ഇവർ ആത്മഹത്യാ ശ്രമം നടത്തിയതോടെ നാട്ടുകാർ ഇവരെ കെട്ടിയിടുകയായിരുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചെയ്തുകൊണ്ട്. ഷഹീദ്, എന്ത് മോഷ്ടിക്കാനാണ് ശ്രമം നടന്നത്? പിന്നീട് എന്ത് സംഭവിച്ചു? പ്രതീക്ഷ രാവിലെ 10 മണിയോടുകൂടിയാണ് പന്തീരങ്കാവ് സൗവർണിക ജ്വല്ലറിയിൽ ഈ മോഷണ ശ്രമം എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അവിടെ എത്തി. അവിടെയുള്ള കടയുടമയായ കടയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന രാജൻ എന്നയാളുമായി ചില ഈ സ്വർണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന ഈ മുളക് സ്പ്രേ, ഒരു കവറിൽ മുളക് സ്പ്രേ ടിന്നുണ്ടായിരുന്നു. അതുപയോഗിച്ച് രാജനെ മുളക് സ്പ്രേ അടിച്ച് ആ രീതിയിൽ കവർച്ചാ ശ്രമം നടത്തി എന്നുള്ളതാണ്. പക്ഷെ ഉടൻ തന്നെ അത് രാജൻ തടഞ്ഞു. ഒപ്പം തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഈ സ്ത്രീയെ പിടികൂടാൻ ശ്രമിച്ചു. അതിനിടയിൽ കയ്യിൽ ഒരു മണ്ണെണ്ണയോ പെട്രോളോ മറ്റോ ഉണ്ടായിരുന്നു. അത് ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയും ചെയ്തു. നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാർ ചേർന്ന് പിടികൂടി ബന്ദരസ്ഥയാക്കി കൈകാലുകൾ കെട്ടിയിട്ട് നാട്ടുകാർ പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കോഴിക്കോട് പൂവാട്ടുപറമ്പ് സ്വദേശി സൗദാബി എന്ന സ്ത്രീയാണ് ഇപ്പോൾ ഈ രീതിയിൽ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. പോലീസ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.